പിതാവും പരിശുദ്ധമായ പ്രിയ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് എന്നേക്കും മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് ഏറ്റവും സ്നേഹിക്കുന്നവരെ, അനുഗ്രഹപ്രദമായ ഒരു തിരുനാൾ ദിവസത്തിലേക്ക്, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിലേക്ക് നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലങ്ങൾ പൂർത്തീകരിച്ച് നാം ഈ ബലിപീഠത്തിന്റെ മുന്നിൽ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം അത് നമ്മെ എപ്രകാരം സ്വാധീനിക്കുന്നു, അത് നമ്മെ എന്തൊക്കെ പഠിപ്പിക്കുന്നുവെന്ന് ആഴത്തില് വിചിന്തനം ചെയ്യുവാനായിട്ട്, നാം വിചിന്തനം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ഈ ദേവാലയത്തിൽ നിന്ന് തിരികെ പോകുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നാം ദൃഢനിശ്ചയം ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയോ എന്ന് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുവാനായിട്ടുള്ള അവസരമാണ് ഇന്നത്തെ അനുഗ്രഹീതമായ ഈ ദിവസം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വർഗാരോപണ തിരുനാളിനെ കുറിച്ച്, സ്വർഗാരോപണ തിരുനാളിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു, ഈശോയിലേക്ക് അടുപ്പിക്കുന്നുവെന്ന് നാം പ്രാർത്ഥനാപൂർവം ചിന്തിച്ച് വരികയായിരുന്നു. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് ഏതൊക്കെ കാര്യത്തില് മാതൃകയാകുന്നു, എന്തൊക്കെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു കുറി ചിന്തിക്കാം. ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അത് കൈ തുറന്ന് എപ്രകാരം സ്വീകരിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, എണ്ണി പറയുവാനായിട്ട് ധാരാളം നന്മകൾ ജീവിതത്തിൽ ലഭിച്ചുവെന്ന് നമ്മുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തില്ല. മാലാഖ മുഖേനയുള്ള ദൈവപുത്രന്റെ ജനനത്തെ കുറിച്ചുള്ള സന്ദേശത്തിൽ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് മാലാഖ പരിശുദ്ധ അമ്മയെ അറിയിച്ചപ്പോൾ തന്റെ ബുദ്ധി കൊണ്ട് അതിനെ തൂക്കി അളന്ന് നോക്കാതെ ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മ, കാനായിലെ കല്യാണ വിരുന്നില് ഒരു കുടുംബത്തിന്റെ മുഴുവൻ നാണക്കേടും മാനക്കേടും തന്റെ സ്വന്തം നാണക്കേടാണ് എന്ന് കരുതി ആ കുടുംബത്തിന് വേണ്ടി തന്റെ പുത്രന്റെ മുമ്പിൽ യാചനകളുമായി എത്തുന്ന പരിശുദ്ധ അമ്മ. ഏറ്റവും അവസാനം ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ കാൽവരിയിൽ തന്റെ പുത്രൻ പരിശുദ്ധ കുർബാനയായി മാറുന്ന ആ നിമിഷം, ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നുവെന്ന് കർത്താവിനോടുകൂടെ ഏറ്റുപറഞ്ഞ പരിശുദ്ധ അമ്മ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുരിശിന്റെ അങ്ങേ തലക്കിൽ ക്രൂശിക്കപ്പെട്ട ആദ്യത്തെ വിശുദ്ധ പരിശുദ്ധ അമ്മ. ഇപ്രകാരം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം തന്റെ ജീവിതത്തിലേക്ക് നൽകിയപ്പോൾ, നാണക്കേടിന്റെ മാനക്കേടിന്റെ അവസരങ്ങൾ ജീവിതത്തിലേക്ക് തുറന്നിട്ടപ്പോൾ, ദുഃഖത്തിന്റെ പാരമ്യത്തിലേക്ക് തന്നെ ദൈവം വഴി നടത്തിയപ്പോൾ, ഒരിക്കൽ പോലും പരാതി കൂടാതെ തന്റെ പുത്രനെ ഈ ലോക ജീവിതത്തിൽ ആദ്യ അവസാനം പിന്തുടരുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യയെ നാം പരിശുദ്ധ അമ്മയിൽ കാണുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ എളിമ, ഈ അനുസരണം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല,
ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് ഏത് രീതിയിലാണ് എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ദൈവ കൃപ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നാം നേടിയെടുക്കുന്നതല്ല, പിന്നെയോ തികച്ചും ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളൊരു കാര്യം പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. അത് സഹനത്തിലൂടെ ആയിക്കൊള്ളട്ടെ, നാണക്കേടിലൂടെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഏത് ശക്തിയിലൂടെയും ആയിക്കൊള്ളട്ടെ, ദൈവം കൃപയുമായി എത്തുമ്പോൾ കൈ തുറന്ന് സ്വീകരിച്ചവളെ സ്വർഗത്തിലെ മാലാഖ വിളിക്കുകയാണ്, ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ ഇന്നേ ദിവസം ചിന്തിപ്പിക്കുവാൻ ഇടയാക്കുന്നത് ഈ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ കൃപ നാം കൈ തുറന്ന് സ്വീകരിക്കാറുണ്ടോ? ഇപ്രകാരം ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ തുറന്ന് നാം അനുഭവിച്ചിട്ടുള്ള ഒരു നിമിഷമാണ് നമ്മുടെ മാമോദീസയുടെ നിമിഷം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും ശിശുക്കളായിരുന്നപ്പോൾ മാമോദീസ സ്വീകരിച്ചിരുന്നവരാണ്. ദൈവത്തിന്റെ മകൻ മകളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത എടുത്തു പറയത്തക്ക വിധത്തിൽ ഒന്നും നേടിയിട്ടില്ലാത്ത ഒരു പ്രായത്തില്, ഒരു കാലത്തില് ദൈവം തന്റെ മകനായി മകളായി നമ്മെ സ്വീകരിക്കുന്ന ആ ഒരു നിമിഷം, മാമോദീസയിൽ നാം ഏറ്റുപറഞ്ഞ ക്രിസ്തു, ആ ക്രിസ്തുവിനെ പൂർണ്ണമായി പിന്തുടരും എന്നുള്ള നമ്മുടെ ദൃഢമായ പ്രതിജ്ഞ, അതിന്റെ പൂർത്തീകരണം എന്തായിരിക്കുമെന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമ്മെ കാണിക്കുന്നു. അതിനായി നാം ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അത് കൈ തുറന്ന് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ ചിന്ത ഇതാണ്: ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. അത് ഏത് വിധേനയും എന്നിലേക്ക് കടന്നു വന്നുകൊള്ളട്ടെ, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. ആണ് എങ്കിൽ നമ്മെ ഈ ലോക ജീവിതത്തിൽ നിന്ന് വേർപെടുത്തുന്ന, നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ആ വലിയ സത്യം, മരണമെന്ന മഹാസത്യത്തെ നാം പേടിക്കേണ്ടതില്ല. പിന്നെയോ നമ്മെ ദൈവം ആ നിമിഷം തന്നെ ദൈവത്തിന്റെ മാറിലേക്ക് ചേർത്തുകൊള്ളുമെന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ചിന്ത ഇതാണ്: നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ അവസാനിക്കുന്നില്ല എന്നത്. ദൈവത്തിന്റെ മകനായി മകളായി ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നാം ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് തിരികെ ചെല്ലേണ്ടവരാണ് എന്ന് എത്രമാത്രം നാം ചിന്തിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ജോലിക്കായിട്ട്, കൊച്ചുകുട്ടികളെ സ്കൂളിലേക്ക് കളിക്കുവാനായിട്ട്, മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോകുന്നവരാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ നിമിഷം തന്നെ ഞാൻ എപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്ന കുടുംബനാഥൻ, കുടുംബനാഥ, ഞാൻ ഇന്ന് എത്ര മണിയാകുമ്പോഴേക്ക് തിരികെ വരും എന്ന് മനസ്സിലെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ്, ഒന്ന് കൂട്ടി നോക്കാത്ത വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആരും തന്നെ ഇല്ല. അങ്ങനെ കൂട്ടി നോക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഈ ലോകത്തില് നൈമിഷികമായിട്ടുള്ള ഈ ജീവിതത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളില് നമ്മുടെ ഭവനങ്ങളിലേക്ക് നാം എപ്പോൾ ചെല്ലുമെന്ന് ചിന്തിച്ചു നോക്കുന്ന നമ്മൾ, ദൈവത്തിന്റെ മകനായ ഞാൻ ദൈവസന്നിധിയിലേക്ക് എന്ന് തിരികെ ചെല്ലുമെന്ന് നാം ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ സ്വർഗാരോപണ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത. പലപ്പോഴും മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ട്, മരണത്തെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് നാം ഭയപ്പെടുന്നു. മരണമെന്ന ചിന്ത തന്നെ നാം നമ്മിൽ നിന്ന് മാറ്റിവെക്കുന്നു. ഇക്കാരണത്താൽ പലപ്പോഴും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുവാൻ, സ്വർഗം ലക്ഷ്യം വെച്ച് സ്വർഗത്തെ ആഗ്രഹിക്കുന്ന മകനായ മകളായി
സാധിക്കാതെ പോകുന്നു. ദൈവസന്നിധിയിലേക്ക് തിരികെ ചെല്ലേണ്ട വ്യക്തികളാണ് നാം എന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധ സഭയിൽ ആയിരിക്കുവാനും കൗതാശികമായ ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകുന്ന ഭക്ഷണ പാനീയങ്ങൾ സ്വീകരിച്ച് ആത്മീയമായി ബലപ്പെടുവാൻ നാം എത്രമാത്രം തയ്യാറെടുക്കുന്നുണ്ട് എന്ന് ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കാം. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ശിശു കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. ഈ ശിശു കരയുന്നില്ല എങ്കിൽ ശിശുവിനെ കരയിപ്പിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഡോക്ടർമാര് നഴ്സുമാര് അതിനുള്ള ശ്രമങ്ങൾ നടത്തും. കാരണം കുട്ടി ജനിക്കുമ്പോൾ കരയുന്നില്ല എങ്കിൽ കുട്ടിക്ക് ജീവനില്ല എന്നാണ് ഡോക്ടർമാര് നഴ്സുമാര് വിധി എഴുതുക. അപ്പോൾ കുട്ടി സുരക്ഷിതമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് തന്റെ മാതാവിന്റെ ഗർഭത്തിന് തനിക്ക് വേണ്ടുന്ന പോഷണങ്ങളൊക്കെ സ്വീകരിച്ച് ആയിരുന്ന ശിശു താന് ഇതുവരെ ആയിരുന്നതാണ് ലോകം എന്ന് വിചാരിച്ച് അതിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടി കരയുമെങ്കിലും കൂടെയുള്ള ആരും കരയാറില്ല. കാരണം എന്താണ്? പുറത്തു നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും യാഥാർത്ഥ്യം അറിയാം. എന്താണ് യാഥാർത്ഥ്യം? ഈ ശിശു എന്നും അമ്മയുടെ ഉദരത്തിൽ വസിക്കേണ്ട ആളല്ല, പിന്നെയോ ഇതിന് പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന്. ക്രിസ്തുവിന്റെ ശരീരത്തോട് മാമോദീസായിലൂടെ ചേർക്കപ്പെട്ട നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ മറ്റൊന്നുമല്ല. മരണത്തോടെ നമ്മുടെ ജീവിതം തീരുന്നില്ല. നമുക്ക് മരണത്തിന്റെ നിമിഷത്തിൽ, വേർപാടിന്റെ നിമിഷത്തിൽ അതിയായ ദുഃഖം, വേദന ഇവയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. പിന്നെയോ ജീവന്റെ പൂർണ്ണതയിലേക്ക് മിശിഹ നമ്മളെ വിളിച്ചടിപ്പിക്കും എന്നുള്ളതാണ് സ്വർഗ്ഗാരോഹണ തിരുനാൾ നമുക്ക് നൽകുന്ന പ്രത്യാശ. അതിന്റെ ആദ്യ ഫലമാണ് പരിശുദ്ധ കന്യകാമറിയം. എപ്രകാരം ഒരു ശിശു മാതാവിന്റെ ഉദരത്തിന് 10 മാസം വസിച്ച് ആ ശിശുവിന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടുന്ന കരുത്ത്, ഈ ശിശുവിന് ലോകത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന ആരോഗ്യം നേടിയെടുക്കുന്നു, അപ്രകാരം സ്വർഗത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കാറുണ്ടോ? സഭാമാതാവ് നമുക്ക് വെച്ച് നീട്ടുന്ന പാല് നാം കുടിക്കാറുണ്ടോ? വിശുദ്ധ കൂദാശാനുകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ അനേകം വിശുദ്ധ ആത്മാക്കളുടെ ജീവിതം, ഇവയൊക്കെ നാം മാതൃകയാക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് വിചിന്തനം ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണം അത് നമ്മുടെ ഭാവിയുടെ ഒരു ചിത്രം മാത്രമാണ്. നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു, ദൈവഹിതത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗ്ഗാരോഹണം. ഈ വലിയ പ്രത്യാശയിലേക്കാണ് എല്ലാ ക്രിസ്ത്യാനികളും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തികഞ്ഞ ബോധ്യത്തില്, ആ ഒരു വിശ്വാസത്തിൽ കൂടുതൽ വളർന്നു വരുവാനായിട്ട് ആ കൃപയ്ക്കായി നമുക്ക് ഇന്നേ ദിവസം ഈ പരിശുദ്ധ ബലിപീഠത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഈ ഒരു കാര്യത്തിനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നഷ്ടമായാലും എനിക്ക് ഈശോയെ നഷ്ടമാകരുതേ, എൻ്റെ മരണനേരത്തും അതിനുശേഷവും എനിക്ക് ഈശോയെ വേണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ഇനി ബലി പൂർത്തിയാക്കാം. ദൈവം നമ്മെ സമൃദ്ധ